ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഡബിൾ പെറ്റൽസിൻ്റെ വയലറ്റിൻ്റെ ഒരു പ്ലാന്റ് വാടിയ നമ്മൾ എങ്ങനെ രക്ഷിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് ഡബിൾ പെറ്റൽസിൻ്റെ വയലറ്റിൻ്റെ പ്ലാന്റ് പൂക്കളാകുമ്പോഴാണ് വാടി പോകുന്നത്. എൻ്റെ പ്ലാന്റുകൾ വാടാറില്ലായിരുന്നു, പക്ഷേ എൻ്റെ 2 പ്ലാന്റുകൾ വാടി. ആദ്യം ഒരു പ്ലാന്റ് വാടിയിരുന്നു, ആ പ്ലാന്റിനെ ഞാൻ രക്ഷിച്ചെടുത്തു. രണ്ടാമത് ഒരു പ്ലാന്റ് വാടി. അപ്പോൾ ആ പ്ലാന്റിനെ എങ്ങനെ രക്ഷിച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ ഈ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റിൽ രക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. എന്തൊക്കെയാണ് ചേർത്താൽ നമുക്ക് ഈ പ്ലാന്റ് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ രണ്ടാമത് വാടിയ പ്ലാന്റ് ഞാൻ കാണിക്കാം. അതാണ് എൻ്റെ രണ്ടാമത് വാടിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റിനെ ഞാൻ രക്ഷിച്ചെടുക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലാന്റുകൾ നശിച്ചു പോകത്തില്ല. അതാണ് ആദ്യം പോയ ഒരു പ്ലാന്റാണ് ഞാൻ രക്ഷിച്ചെടുത്താണ്. ഇതുപോലെ തണ്ടുകളൊക്കെ വാടിയതാണ്. ഇപ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല. അതിന് 1-2-3 കാര്യങ്ങൾ നമ്മൾ തീർത്തും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകത്തില്ല. അഥവാ നമ്മൾ 90% നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് നടുമ്പോൾ നമ്മുടെ തണ്ടുകൾ നല്ലപോലെ കിളിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫോർമുല ചെയ്താൽ മാത്രം മതി. ഒരിക്കലും ഇനി ഈ പ്ലാന്റ് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണുക വീഡിയോ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കിടന്ന് വാടിയ ഏത് സ്ഥലത്താണോ ആ പ്ലാന്റിനെ ആ സ്ഥലത്ത് നമ്മൾ മാറ്റി ആ പ്ലാന്റിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി ഇടണം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഈ പ്ലാന്റ് ഇപ്പോൾ കിടന്ന് വാടിയത് ഇവിടെയാണ് കിടന്ന് വാടിയെങ്കിൽ ഈ പ്ലാന്റിനെ എടുത്ത് നമ്മൾ ആദ്യം ഇവിടുന്ന് മാറ്റുക. ഈ പ്ലാന്റിനെ ആദ്യം ഒരു തണലത്തേക്ക് മാറ്റിയിടുക. നമ്മൾ തണലെന്ന് പറഞ്ഞാൽ ചെറിയ വെട്ടം കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റിയിടുക. ഇട്ടിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതാണ് അടുത്ത കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളൊരു കുപ്പിക്കകത്ത് ഒരു 1/2 ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് ഇത്രയും നിറച്ച് വെള്ളം എടുക്കുക. ആ നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഈ അടപ്പിന് ഒരടപ്പ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഒറ്റ അടപ്പ് ഒഴിക്കുക. ഒരടപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തു. എന്നിട്ട് നമ്മൾ ഈ കുപ്പിക്കകത്ത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ശരിക്കൊന്ന് കുലുക്കി കൊള്ളിച്ചിട്ട് കുലുക്കണം. എന്നിട്ട് നമ്മൾ ഈ കുപ്പി അടപ്പെടുത്ത് അടച്ചിട്ട് നമ്മൾ അടപ്പിലാണെങ്കിൽ 1-2 ഹോള് കൊടുക്കുക. ഹോള് കൊടുത്തിട്ട് വേണം നമ്മൾ ഒഴിക്കേണ്ടത്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് അത് പൂർണ്ണമായിട്ടും വെള്ളം ഒഴിക്കുക. ഒഴിച്ച് നമ്മൾ അത് വാർന്ന് പോകുന്നതിന് വരെ വെള്ളം ഒഴിക്കുക. അടിയിലൂടെ പോകുന്നതിനും വരെ വെള്ളം ഒഴിക്കണം അതിനകത്ത്. ഇപ്പോൾ അതിന് അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നു. അപ്പോൾ ഇതുപോലെ വാർന്ന് വെള്ളം പോകത്തക്ക രീതി തന്നെ വെള്ളം ഒഴിക്കണം. ശരിക്കും ഒഴിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഈ പ്ലാന്റിൽ നിന്ന് വെള്ളം ഒഴിക്കരുത്. തണുത്തുള്ള മാറ്റിയിട്ടേക്കണം. ഒരാഴ്ച വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ മാറ്റിയിട്ടിരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി വരും. അഥവാ ഈ പ്ലാന്റ് ഉഷാറായിട്ട് കയറി വന്നില്ലെങ്കിൽ നമ്മുടെ ഈ തണ്ടുകളെ കട്ട് ചെയ്ത് നമുക്ക് കിളിപ്പിക്കുമ്പോൾ ഈ അസുഖങ്ങൾ പിന്നെ അടുത്ത തണ്ടിലേക്ക് പകരത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ മെത്തേഡ്. ഇതുപോലെ വാർന്ന് പോയി കഴിഞ്ഞ് വേണം നമ്മൾ ഒരു തണലത്തോട്ട് മാറ്റിയിടുക. എവിടെയെങ്കിലും നല്ല ഫസ്റ്റ് ചെറിയ വെട്ടം കിട്ടുന്ന ഏരിയയിലോട്ട് മാറ്റി ഇതുപോലെ ഇങ്ങനെ ഫിക്സായിട്ട് ഇടുക. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കാവോ അടുത്ത് നോക്കണം. നമ്മൾ തണ്ട് അതിനകത്ത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി, അല്ല ഒഴിക്കരുത്. എന്നിട്ട് തണ്ടുകൾ നല്ല ഉഷാറായിട്ട് കയറി വരും. അപ്പോൾ അന്നേരം നമ്മൾ പിന്നെ ഈ പ്ലാന്റിനെ നമ്മൾ പഴയ സാധനത്ത് ഇടുക, അല്ലെങ്കിൽ അവിടെ മാറ്റി എവിടെയെങ്കിലും ഇട്ടാൽ പ്ലാന്റ് രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി നിങ്ങളുടെ പ്ലാന്റുകളും കേടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാന്റിനെ ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ചെയ്യാമെങ്കിൽ ഈ പ്ലാന്റ് രക്ഷിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ രക്ഷിച്ച പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ കമൻറ്റ് ഇടണം. ആ കമൻറ്റുകൾ ഞങ്ങൾ നോക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആവരുത്. എല്ലാ ആൾക്കാരും ഈ വീഡിയോ കാണുകയും ചെയ്യണം. ഈ കണ്ടിട്ട് നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇതുപോലെ പെറ്റുമണിയുടെ ഡബിൾ പെറ്റൽ എന്നല്ല എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇതുപോലെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നതിനകത്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.